MG സർ പാടുമ്പോ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഇടുന്ന ഒരു വർത്താനം ഉണ്ട്, ചില സമയം ചില ഗസ്റ്റ് ഉണ്ട്, ഇതൊക്കെ സ്വയം കൈന്നിടുന്നാന്നോ? പ്രത്യേകിച്ച് ലാലേട്ടന് കൊടുക്കുമ്പോ അല്ലേ? സർ, MG സാറിന്റെയും ലാലേട്ടന്റെയും ഒരു ആ കമ്പനി എങ്ങനെയാണ്? അത് ഒരു രക്ഷയില്ല. കാരണം ഞങ്ങള് പരിചയപ്പെടുന്നത് ട്രിവാൻഡ്രത്താണ് പരിചയപ്പെട്ടത് തന്നെ ഒരു ചെറിയ വഴക്കിലൂടെ പരിചയപ്പെടുന്നത്. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. റോസ് ഡേ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു പണ്ട്, വളരെ പണ്ട്. ഞാനൊക്കെ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ ആർട്സ് കോളേജിലാണ് പഠിച്ചത്, അദ്ദേഹം MG കോളേജിൽ. അപ്പോൾ അങ്ങനെ റോസ് ഡേ ടാഗോർ തിയേറ്ററിൽ വെച്ചിട്ടാണ് ട്രിവാൻഡ്രത്ത്, വഴുതക്കാട്. അപ്പോൾ അവിടെ പിന്നെ കുറേ പെണ്ണുങ്ങൾ വരും പല കോളേജിൽ നിന്ന്. അപ്പോൾ ഞാനന്ന് കമ്പ് പോലെ ഒരു നരുന്ത് പോലെ ഒരു ഇത്രയുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ കുറേ തടിച്ചവന്മാരുണ്ട്, മെലിഞ്ഞുണ്ട്, ബാക്കി ആരോഗ്യമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഉണ്ട്. എനിക്കന്ന് ഒന്നുമില്ല. എന്നെ ഊതി കഴിഞ്ഞാൽ തെറിച്ചു പോകും. എന്നിട്ട് ഏതോ എൻ്റെ കൂടെ ഉള്ള ഒരുത്തൻ എന്താ ഒരു പെണ്ണിനെ കമൻറ്റ് ചെയ്തു. അവർ പറഞ്ഞു ഇവനാ കമൻറ്റ് ചെയ്യുന്നു. നോക്കിയപ്പോൾ എന്നെ നോക്കി പറഞ്ഞു. അപ്പോൾ ലാല് റെസ്ലറാണ് MG കോളേജിൽ. എൻ്റെ അമ്മ എന്നെ വന്ന് തൂക്കിയങ്ങ് എടുത്ത്. ഞാൻ പറഞ്ഞു ഞാനല്ലേ ജഗദീഷ്, ഞാനല്ല ലോണ്ടാമേ, തിരുവനന്തപുരം അല്ലേ. അപ്പോൾ ലാല് പറഞ്ഞു ഇല്ല നീ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ലാലിൻ്റെ അന്ന് ഫേസ് കട്ടൊക്കെ വേറെയാ. ഞാൻ പറഞ്ഞു ഞാനല്ല, എന്നെ വിടെ, ഇല്ല. മറ്റവന്മാരൊക്കെ ഓടിയും കളഞ്ഞു. അവസാനം ലാലിനെ എന്നെ മനസ്സിലായി. കാരണം ഇവനെ ചെയ്തിട്ട് കാര്യമില്ല, ചത്തുവും. അതുകൊണ്ട് ഇല്ല. എന്തിന് എനിക്ക് അടി കിട്ടുന്ന കാണാൻ കിട്ടിയോ അടി? അങ്ങനെ അവസാനം വിട്ടു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പാട്ട് ഏതാ ലാലേട്ടന് വേണ്ടി പാടുന്നത്? മോഹൻലാലിന് വേണ്ടി പാടിയത് ഞാൻ ഇത് പൂച്ചയ്ക്കൊരു മൂക്കുത്തി അതിനകത്തുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ പതുക്കെ ലാലേട്ടന് വേണ്ടി ഇങ്ങനെ കുറെ ശരിക്കും ഹിറ്റായ പാട്ടെന്ന് പറഞ്ഞത് പൊൻവീണേ എന്നുള്ളിൻ മൗനം വാങ്ങൂ, ജന്മങ്ങൾ ഉൽകും നിൻ നാദം നൽകൂ, ലാ 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 ലാ. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ എന്നെ ലൈവ് അല്ലേ ചേച്ചി? ശരിക്കും ആ ഒരു പാട്ടിന്റെ മെലഡിയും ഒക്കെ ഇപ്പം എന്തോരം മിസ്സിങ്, ശരിക്കും മിസ് ചെയ്യുന്നില്ലേ 90s പാടിയ പാട്ടും ഇപ്പത്തെ പാട്ടും? അല്ല, വേറൊരു ഭാഗ്യം കിട്ടിയത് ഇപ്പം സടക്ക് 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 ഹേ ഒരു ഇതുണ്ട്. തകില് പുകില് കുരവ കുഴല് തന്തനത്തനം പാടി വാ സടക്ക് 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 അടട മീശ കൗണ്ടറ് മുരശ മുട്ടിപ്പാടട് തായ്മൊഴിയിൽ താളമേളമംഗളം സംഘഗാന തങ്കനാന തമിഴ് പാടി തേരിലേറി താളം തുള്ളാൻ ഹരോ ഹര. ആ പാട്ടൊക്കെ ഇപ്പോഴും വീണ്ടും ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടി ഭയങ്കര ട്രെൻഡിയാണ്. സത്യം. അതുപോലെ തന്നെ ഷാജിയുടെ ആ പടം ചെണ്ടമൃതംഗം മേലെക്കാവിൽ പൂരക്കാവടി പീലിക്കോലടി പാണ്ടിപ്പടയടി മേളം ഓക്കാവടി മേളം ഹേ നാട്ടുകളരിക്കച്ച മുറുക്കട വാർപ്പയറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വലമ്പരി വെട്ടിട്ടോതിരകട മുകടിയും തരയും താളം ഓക്കടകം താളം കോമരങ്ങൾ കൊടിയുണ്ട്. ഏറ്റവും വലിയ പല്ലവിയാണ്. ഒറ്റ ശാസ്ത്രീയ പാടി പിന്നെ അല്ലാതെ അന്ന് ഒന്നും പറ്റത്തില്ല. സത്യം. ആ ഒരു സ്ട്രെയിൻ ആലോചിച്ച് സിറ്റുവേഷനും പാട്ടും ഷാജിയുടെ ആദ്യത്തെ പടം തൊട്ട് ഞാനാ പാടിയത്. ദി ന്യൂസ് എന്ന് പറഞ്ഞ ഷാജിയുടെ ആദ്യത്തെ പടം, അത് പാടിയത് ഞാൻ. പിന്നെ അതിനുശേഷം കുറെ ഉള്ള എല്ലാ പടത്തിലും പിന്നെ മ്യൂസിക് ചെയ്ത് താണ്ഡവം. എത്ര പടം ചേട്ടൻ? 3 പടം 4 പടം ചേട്ടൻ? 4 പടം ഞാൻ. ബാക്കി വിശേഷം നമുക്ക് ഡൈനിങ്ങിൽ കേട്ടാലോ?